ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 60ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. ശനിയാഴ്ച രാവിലെ തുടങ്ങിയ പരിശോധന ഞായറാഴ്ച പുലർച്ചെ വരെ നീണ്ടു. പട്ടണം അരിച്ചുപെറുക്കിയായിരുന്നു പരിശോധന. കണ്ടന്തറ KK പ്ലാസ്റ്റിക്കിന് സമീപം 2 കിലോയോളം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി മുക്താദിർ മണ്ഡലിനെ പിടികൂടി. ഇയാൾ പച്ചക്കറി കൃഷിയുടെ മറവിലാണ് കഞ്ചാവ് കച്ചവടം നടത്തി വന്നിരുന്നത്. മലയാളികളായ യുവാക്കളും ഇതര സംസ്ഥാന തൊഴിലാളികളും പാക്കറ്റിന് 500 രൂപ നിരക്കിലാണ് വാങ്ങിയിരുന്നത്. പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ നിന്നും 1.5 കിലോ കഞ്ചാവുമായി ഓജിർ ഹുസനെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. ബംഗാൾ കോളനിയിൽ റൂമിൽ താമസിച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും മലയാളികൾക്കും കഞ്ചാവ് വിൽപ്പന നടത്തിവരികയായിരുന്നു. 7 ലിറ്റർ വിദേശ മദ്യവുമായി ഷഹാനു ഷെയ്ഖിനെയും പിടികൂടി. ഇയാൾ ബംഗാൾ കോളനിയിലെ ഹോട്ടലിന്റെ മറവിൽ മദ്യവിൽപ്പന നടത്തിവരികയായിരുന്നു. ഇയാളിൽ നിന്നും മദ്യക്കുപ്പികളും ഗ്ലാസും പണവും പോലീസ് പിടിച്ചെടുത്തു. പെരുമ്പാവൂർ PP റോഡിൽ പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിലും മാർഗദർശനം ഉണ്ടാക്കുന്ന രീതിയിലും അസാൻമാർഗിക പ്രവൃത്തി നടത്താൻ പ്രേരിപ്പിക്കാനായി നിന്ന 6 സ്ത്രീകളെ പോലീസ് പിടികൂടി. കൂടാതെ പെരുമ്പാവൂർ ടൗണിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും പരിസരത്തുമായി കഞ്ചാവുമായി കാണപ്പെട്ട 13 പേരെയും, പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് 15 പേരെയും, നിരോധിത പുകയില വിൽപ്പന നടത്തിയതിന് 10 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന. പ്രത്യേക അന്വേഷണ സംഘം അടുത്തിടെ 2 ഗോഡൌണുകൾ റെയ്ഡ് നടത്തി കോടികൾ വില വരുന്ന 1000ഓളം ചാക്കുകൾ ഹാൻസും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയിരുന്നു. പെരുമ്പാവൂർ ASP ശക്തിസിംഗ് ആര്യ, ഇൻസ്പെക്ടർ TM സൂഫി, സബ് ഇൻസ്പെക്ടർമാരായ റിൻസം തോമസ്, PM റാസിഖ്, ജോസി M ജോൺസൺ, സാലു, ASIPA അബ്ദുൽ മനാഫ്, സീനിയർ CPOമാരായ TA അഫ്സൽ, വർഗീസ് T വേണാട്ട്, ബെന്നി ഐസക് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ 40ഓളം പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആലുവ.